അങ്ങനെ ഞങ്ങൾ ലങ്കാവി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. We reached Langkawi, so this is the airport. Video. Yeah. Hi. Hi. നമുക്ക് കാർക്ക് റെന്റിന് എടുക്കാം. The price is 160 minus 50% is 80 only. Times 2, 160 total. 8, 9, 10. But from this price, I upgrade you to a this. Okay. Yeah. For 160. Yes. Is there a specific time for like getting back to a car? No. Alright. No. It's for the full day. Yeah. No. Example, if your flight is delayed, just let us know. Okay. We not charging any extra hours. Okay. അങ്ങനെ ഞങ്ങൾ ഒരു കാർ എടുത്തു റെന്റ്. 8 until 10, 6 p.m. you'll be here. Are you guys excited? 50 ringgit. ഇതുകൊണ്ട് ഇവിടെ ഫുള്ള് റെന്റ് കാറാണ്. കാർ റെന്റൽ സർവീസസ് ആണ് മൊത്തം ഉള്ളത്. നമ്മളിപ്പോൾ എടുത്തത് ഇവിടെ നിന്നാണ്, ജുപ്പിറ്റർ ഹോളിഡേയ്സ്. അങ്ങനെ ഞങ്ങൾ ഒരു കാർ റെന്റിനെടുത്തു. ഏതായിരുന്നു ആ കാറിന്റെ പേര്? ബ്രീസ, പെറൂഡ ബ്രീസ. യാ, അപ്പൊ നമുക്കിപ്പൊ തന്നെ പുറത്ത് ഇറങ്ങുമ്പോൾ കാണാം ആ കാറ്. ഇവിടെ അതേപോലെ കുറെ പേര് നിൽക്കാനുണ്ട്. നമുക്ക് വെച്ചാൽ ഇവിടെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ സൈഡിൽ നിന്ന് ആ എൻഡ് വരെ ഫുള്ള് കാണുന്നത് റെന്റൽ കാർസിന്റെ ഇതാണ്, ഓഫീസസ് ആണ്. സോ അവർ ഓരോ ആൾക്കാരെ അങ്ങനെ കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് അവരുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എടുപ്പിക്കുകയാണ്. എന്തായാലും ഭയങ്കര നല്ല ലാഭമാണിത്. നമുക്ക് 2 ദിവസത്തിന് വേണ്ടിയിട്ട് 150 റിങ്കറ്റ് ആയിട്ടുള്ളൂ. എന്തായാലും അത് നമുക്ക് ഇവിടെ പെട്രോളും ഭയങ്കര ചീപ്പാന്നാണ് ഇവർ പറഞ്ഞത്. സോ ദിസ് ഈസ് ആക്ച്വലി ഗുഡ്. നമ്മളിപ്പോൾ ഗ്രാബൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലാണ്. ഞങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് നോക്കി പെട്ടെന്ന്, അപ്പോൾ ഇതിലും കൂടുതലാവും. അതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് സ്വന്തമായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ കാർ എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങളിതാ പുറത്തോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ കാറ് വെയിറ്റിംഗ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോണ സമയത്ത് അതേ സ്ഥലത്താണ് ഇത് ഡ്രോപ്പ് ഓഫും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നത്. കുഴപ്പമില്ല, അതിന്റെ സെറ്റിങ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓടിക്കാവുന്നേ. ഇപ്പൊ കൂടുതലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുത്തെ റൂൾസ് എങ്ങനെയൊക്കെയെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഇങ്ങനെ പതുക്കെ ലൈൻ ട്രാഫിക് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പോകുന്നുള്ളൂ. എന്തായാലും നമ്മുടെ മാപ്പ് കിളിയോടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു. ഇപ്പോഴോ ഇവിടെ ഒരു തട്ടുകട പോലത്തെ സംഭവം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കയറാന്നാണ് വിചാരിക്കണത്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് പോകാം. കാരണം ഓൾറെഡി ഇപ്പോൾ 9:15 അപ്പൊ ഇനി നമ്മള് തപ്പി നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ കഴിക്കാൻ പോവാം. സീ ഫുഡ് വന്നു, മിലോ വന്നു, ഓറഞ്ച് വന്നു, കോള വന്നു. ഇതെന്തായിരുന്നു? 2 ചിക്കൻ ഫ്രൈ. ഇത് എന്റെ നൂഡിൽസ്. ഇതെന്താവെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ ഇനി ഒരു സാധനം കൂടി വരാണ്ട്, ലാമ്പ്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ലാമ്പ് അവിടെ ഗ്രിൽ ആയിക്കൊണ്ടിരിക്കണോളൂ. ചിക്കൻ ചോപ്പ് വന്നു. ഇതാണ് നമ്മളുടെ ഇന്ത്യൻ ഫ്രൈഡ് ചിക്കൻ പോലെ.
ലാമ്പ് കഴിക്കുന്നത്. നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് കൂടുതലൊന്നുമില്ല ഇപ്പൊ. ആദ്യം നമുക്ക് മുക്കാതെ എങ്ങനെ നോക്കാം. കുറച്ച് റബ്ബറിയാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഡിപ്പ് ചെയ്ത് നോക്കാം. മറ്റേ കഴിക്കും. പക്ഷെ ഭയങ്കര ഫെമിലിയർ ടേസ്റ്റ്. എന്തോ എക്സാക്ട്ലി പറയാൻ പറ്റില്ല എന്ത് ടേസ്റ്റ് ആണ്, പക്ഷെ കൊള്ളാം, കഴിക്കാൻ പറ്റും. നീ മുമ്പോട്ട് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ വീട്ടില് ചീനിനെ കൂടെ അരച്ചു തരില്ല, അതാണോ ഇത്? നമ്മൾ കപ്പ കഴിക്കുമ്പോഴേ അമ്മ ഉപ്പ് മുളക് എണ്ണയ്ക്ക് ഇട്ട് അരച്ചിട്ടില്ലേ, അതുപോലെ. പക്ഷെ ലാമ്പ് നൈസാണ്, നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ലങ്കാവി എത്തി. ഇപ്പോഴും ഇത് ആക്ച്വലി ബീച്ചാട്ടോ. ബീച്ചിൽ ഇപ്പോഴും നല്ല ആൾക്കാരും ഒച്ചയും ബഹളം എല്ലാം ഉണ്ട്. ഇവിടെ ഫുള്ളും ഷോപ്സ് ആണ്. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഈ ബാക്കിൽ ഇതിന്റെ ബാക്കിൽ കാണുന്ന തന്നെ ബീച്ചാണ്. അപ്പൊ അതുകൊണ്ട് കുറെ കടകളുണ്ട് ഇവിടെ, ഫുള്ള് കടകളാണ്. ഇത് കണ്ടോ, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇതൊക്കെ. കൊതുക്, കുറെ സംഭവങ്ങൾ ബീച്ചിലുണ്ട് കേട്ടോ, കുറെ സംഭവങ്ങൾ. അപ്പോൾ ഞങ്ങൾ വെച്ചത് നാളെ നേരത്തെ തന്നെ ഇറങ്ങണം. നമ്മളിപ്പോൾ സ്കൈ ബ്രിഡ്ജിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നാളെയാണ് കവർ ചെയ്യണം ലങ്കാവിയിലുള്ളത്. അപ്പോൾ അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. അപ്പോൾ അത് കാരണം ഞങ്ങൾ വേഗം ചെന്നിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല നേരത്തെ എഴുന്നേക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ 11:15 സോ ഞങ്ങൾ വേഗം തന്നെ ചെന്നിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നാളെ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. Until then, see you, bye bye.